ഫ്രണ്ട്സ് വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ ഡൂയിങ് വെൽ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ടോപ്പിക്ക് ടീച്ചിങ് മോഡൽസ് ആണ്. ആൻഡ് ടീച്ചിങ് മോഡൽസിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ദിസ് എസ് എ സ്റ്റുഡൻറ്റ് ഫേവറേറ്റ് സീരീസ്. നമ്മളുടെ വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് മെൻഷൻ ചെയ്ത ഒരു ടോപ്പിക്കാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ ബി ഹാവിങ് സൂപ്പർ ഹെൽപ്ഫുൾ from this video. Okay, so from the word itself it's crystal clear that teaching model നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മോഡലിനെയാണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിന് എ ടീച്ചർ ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് ടീച്ചിങ് മോഡൽ ആൻഡ് ഷുഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് മോഡൽ. ടീച്ചേഴ്സിന് നല്ല നോളജ് ഉണ്ടാവണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടീച്ചിങ് മോഡൽ ഉണ്ട്, അതിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത് ഒരു ടീച്ചറിൻ്റെ കടമയാണ്. ടു മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ്, നിങ്ങളും ഇതുപോലെ എല്ലാ ടീച്ചിങ് മോഡലും നല്ല രീതിയിൽ തന്നെ അറിഞ്ഞ് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദ പോയിൻറ്റ്സ് ഇൻ യുവർ ലെക്ചർ നോട്ട്. ഇതുപോലുള്ള ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോട് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരു ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ, ഇന്നോവേഷൻ, അങ്ങനെ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ടീച്ചിങ് മോഡൽ വഴിയാണ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെങ്കിൽ. ഓക്കെ, സാധാരണ ഒരു ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ദേ ഡോണ്ട് ഫീൽ എനിത്തിങ് ഡിഫറെൻറ്റ്. പക്ഷേ നമ്മളിതുപോലെ ഒരു ടീച്ചിങ് മോഡൽ യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ദേ വിൽ ബി ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ദേ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ആൻഡ് ക്യൂരിയോസിറ്റി ഉണ്ടാവും അവർക്ക് ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കണം. ഓക്കെ, ഈ മാഡം ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്, വാവ് സൂപ്പർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ ചെന്ന് നിൽക്കുമ്പോൾ. നിങ്ങളും ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ, അല്ലാതെ സാധാരണ ഉള്ള ലെക്ചർ മെത്തേഡ് ഉപേക്ഷിച്ചേക്കൂ. ഓക്കെ, സോ ടീച്ചിങ് മോഡൽസ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ടീച്ചിങ് അത്ര എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് മോഡൽസാണ് ഈ ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു കീവേഡ് സീരീസിൽ ഈ ഓരോ മോഡൽസിലും ഉണ്ടാകുന്ന കുറച്ച് മോഡൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈവൻ ദോ കുട്ടികൾക്ക് അത് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ടീച്ചിങ് മോഡൽ നമുക്ക് പഠിക്കാനുള്ളത് 4 മോഡൽസാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ, പേഴ്സണൽ ബയസസ് മോഡൽ ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇനി നമുക്ക് ഓരോ മോഡൽസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ചെക്ക് എസ് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ. ആ ഒരു പേരിൽ തന്നെയുണ്ട് സോഷ്യലും ഇൻട്രാക്ഷനും. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോൾ ഒരു ടേം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ടേമിനെ പറ്റി അറിയില്ല, ഈവൻ ദോ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളായിരിക്കുള്ളൂ ഈ ഒരു എക്സാമിന് വരുന്നത്. സോ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് നോക്കൂ. അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈസിലി ആ ഒരു മോഡൽ കിട്ടും. ഓക്കെ, ദിസ് ഈസ് എ ഗോൾഡൻ ടിപ്പ്. നിങ്ങൾക്ക് എക്സാമിന് ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. നിങ്ങൾ ആ ഒരു ടേം കണ്ടു, ഓക്കെ എനിക്ക് ആ ഒരു ടേം അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് കണക്ട്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ആ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കും. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് വിചാരിക്കൂ. ദാറ്റ്സ് ഇറ്റ്, അത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ. അല്ലേ, ദിസ് ടൈപ്പ് ഓഫ് മോഡൽ ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റിലേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ. ആ ഒരു മോഡൽ പറയുന്ന പോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ റിലേഷനാണ് ഈ ഒരു മോഡൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ലേണിംഗ്. ഇറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് ഫോർ ടീച്ചിങ്. ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, അതായത് സ്റ്റുഡൻസ് ഇൻട്രാക്റ്റ് ചെയ്താണ് ഈ ഒരു മോഡലിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വൈൽ ദ ടീച്ചർ മോണിറ്റർ ദെയർ ആക്ടിവിറ്റീസ്. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷനിൽ, അല്ലേ?
അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് നമ്മളുടെ ഗ്രൂപ്പ് രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് ഡിവൈഡ് ചെയ്യും. ടീച്ചർ അവിടെ ഇരുന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യും. നമ്മളുടെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യും അഥവാ മോണിറ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഇങ്ങനെയുള്ളതിനെയൊക്കെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. നമ്മൾ സോഷ്യലി ആണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ പോയിൻറ്റ്സ്, വ്യൂ പോയിൻറ്റ്സ്, നമ്മളുടെ ഐഡിയാസ് എല്ലാം നമ്മൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതെല്ലാമാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ ദിസ് മോഡൽ, ഈ ഓരോ ടൈപ്പ് എല്ലാമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ. ഐ ഹോപ്പ് നിങ്ങൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ എന്താ എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റുഡൻസ് ലേൺ ബൈ ദ വേ ഓഫ് ക്വസ്റ്റ്യൻസ്, റിഫ്ലക്ഷൻ, ഹെൽപ്പ് ഈച്ച് അതർ എക്സെട്ര. ഇപ്പോൾ ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിന് പറ്റിയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഞാനിപ്പോൾ പറഞ്ഞു. പിന്നെ പ്രൊജക്റ്റ്, റോൾ പ്ലേയിങ്. ഒരു റോൾ പ്ലേ നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു 5-6 പേഴ്സൺസ് എങ്കിലും വേണം അല്ലേ. പിന്നെ കോപ്പറേറ്റീവ് ലേണിംഗ്, സോഷ്യൽ എൻക്വയറി, ഇതെല്ലാമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിൽ വരുന്നത്. ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോളൂ. ബിക്കോസ് സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ. ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രൊജക്ട്സ്, റോൾ പ്ലേ, കോപ്പറേറ്റീവ് ലേണിംഗ്, ഈ 4 മോഡൽസ് ചോദിച്ചു, ഈ 4 ലേണിംഗ് മെത്തേഡ്സ് ചോദിച്ചിട്ട് പറയുന്നത് ഇൻ വിച്ച് മോഡൽ ദിസ് 4 വിൽ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി മൈ സ്റ്റുഡൻസ് വിൽ ബി ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അപ്പോൾ അതൊരു സോഷ്യൽ ഇൻട്രാക്ഷനാണ്. റോൾ പ്ലേ ഉണ്ട്, ഓക്കെ, അതൊരു സോഷ്യൽ ഇൻട്രാക്ഷനാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി, ദ ആൻസർ വിൽ ബി സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. മനസ്സിലായോ? സോ സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിൻ്റെ ഒരു 2 മോഡൽസ് ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്യാം. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, ജോൺ ഡി ആൻഡ് ഹെർബർട്ട് തെല്യം, ആൻഡ് സോഷ്യൽ എൻക്വയറി മോഡൽ, ബെഞ്ചമിൻ കോക്സ് ആൻഡ് ബ്രയോൺ. സോ സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിൽ വരുന്ന 2 മോഡൽസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ സൂപ്പർ ക്ലിയറായി, സൂപ്പർ ഈസിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അത്ര മനസ്സിലാക്കിയാണ് പറഞ്ഞു തന്നത് അല്ലേ. നെക്സ്റ്റ് മോഡൽ ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ. നിങ്ങൾ ഈ ഒരു മോഡൽ നിങ്ങൾക്കറിയില്ല, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് ബിഹേവിയർ ഓൾട്ടറിങ് എന്ന് പറയുന്ന ടേമിനെ പറ്റി നിങ്ങൾക്കറിയൂ. നമ്മളുടെ ബിഹേവിയർ എങ്ങനെയെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് ഓൾട്ടർ ചെയ്ത്, നമ്മൾക്ക് നമ്മളുടേതായ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. എവറി ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് യൂണീക്ക്. സോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തെറ്റ് മോഡിഫൈ ചെയ്ത് എന്ന് വെച്ചാൽ പാടെ ഒഴിവാക്കി ആ നല്ല ശീലങ്ങൾ മാത്രം നമ്മൾ മുന്നോട്ടെടുക്കുന്നതിനെയാണ് ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ് ദീസ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഫോക്കസ് ഓൺ ഓൾട്ടറിങ് ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ് സോ ദാറ്റ് ടു മേക്ക് ദം ബെറ്റർ സിറ്റിസൺസ് ഓഫ് ടുമോറോ. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ, നമ്മളുടെ ഫ്രണ്ടിലിരിക്കുന്ന 50 അല്ലെങ്കിൽ 60 സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാ? ആ സ്റ്റുഡൻസിന് എല്ലാവർക്കും നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറായി ഒരു നാളത്തെ തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് ആസ് എ ടീച്ചർ അല്ലേ. സോ എത്ര നല്ല കുട്ടികളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര നല്ല കുട്ടികളെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ അക്കൗണ്ടബിലിറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് എന്ന പ്രൊഫഷൻ എടുത്തിരിക്കുന്നത്. നാളത്തെ ഒരു പറ്റം നല്ല സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കലാണ് ഈ ഒരു ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BF സ്കിന്നർ, നമ്മൾ സ്കിന്നറിനെ പറ്റി കുറേ മോഡൽസ് പഠിച്ചിട്ടുണ്ട്. BF സ്കിന്നർ ഓപ്പൺ കണ്ടീഷനിലൊക്കെ പഠിച്ചിട്ടില്ലേ. സോ ഹീ ഈസ് വൺ ഓഫ് ദ പ്രൊപ്പോൺസ് ഓഫ് ദിസ് മോഡൽ. ദ മോഡൽ വിൽ ബി ബേസ്ഡ് ഓൺ അച്ചീവിങ് പ്രീഡിറ്റർമൈൻഡ് ആൻഡ് ഒബ്സർവബിൾ goals and objectives. Common strategies used are direct instruction, direct teaching, direct training, behaviorism, Hunter learning model, self-control and simulation. ഇതുപോലെയുള്ള കുറച്ച് മോഡൽസ് നിങ്ങൾ ഇവിടെ നോട്ട് ഡൗൺ ചെയ്യണം. മിക്സപ്പായി പോകരുത്. ഇപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ നിങ്ങൾക്കറിയാം, ഓരോ മോഡൽ എടുത്തിട്ട് അതിൽ 5-6 പേഴ്സൺസ് വരുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടാണ് സ്റ്റുഡൻസിനെ ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഡയറക്റ്റ് ടീച്ചിങ്, ഡയറക്റ്റ് ട്രെയിനിങ്, ബിഹേവിയറിസം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ ട്രഡീഷണൽ ടീച്ചിങ് പോലെ തന്നെ എന്ന്.
ഹണ്ടർ ലേണിംഗ് മോഡൽ, സെൽഫ് കൺട്രോൾ, സിമുലേഷൻ. ഇങ്ങനെ കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്. സോ ബി ഫോക്കസ്ഡ് ആൻഡ് സ്റ്റഡി ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, ഇനി ബിഹേവിയർ ഓൾട്ടറിങ് മോഡലിൽ കുറച്ച് മോഡൽസ് പറയാം. മാസ്റ്ററി ലേണിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആവുക. അത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ബ്ലൂം ആൻഡ് ജെയിംസ് ബ്ലോക്കാണ്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ടോം ഗുഡ്, കാറൽ. And next one is simulation, that is Carol Smith and Mary Smith. Social learning ആൽബർട്ട് ബന്ദൂര. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സോഷ്യൽ ലേണിംഗ്. മെയിനായിട്ട് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, സോഷ്യൽ ലേണിംഗ് നമ്മളൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ പോലെയാണ് പറയുന്നത്, പക്ഷേ അത് ബിഹേവിയർ ഓൾട്ടറിങ് മോഡലിൽ വരുന്ന ഒരു സംഭവമാണ്. സോ ആ ഒരു ടേം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഒന്ന് റെഡ് പെൻ വെച്ചോ സ്കെച്ച് പെൻ വെച്ചോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇടുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുക, അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ദീസ് ആർ ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ ലേണേഴ്സ് ടു പ്രോസസ് ദ ഇൻഫർമേഷൻ ദേ റിസീവ് ഫ്രം ദ സറൗണ്ടിങ്സ്. അതായത് ലേണേഴ്സ് കുറച്ച് ഇൻഫർമേഷൻസ് അവർക്ക് ഈ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടും, അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡൽ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ ക്രിയേറ്റീവ് തിങ്കിങ്, കോൺസെപ്റ്റ് ഫോർമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്തിനൊക്കെയാണ് എൻകറേജ് ചെയ്യുന്നത്? ക്രിയേറ്റീവ് തിങ്കിങ്, കോൺസെപ്റ്റ് ഫോർമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ആൻഡ് ഇഫ് യു ആർ കമ്പയറിങ് വിത്ത് അതർ മോഡൽസ്, ബാക്കിയുള്ള മോഡൽസ് എല്ലാം എല്ലാ കോൺസെപ്റ്റ്സും ഇൻഫർമേഷൻസും ഡയറക്റ്റ് ആയിട്ടാണ് തരുന്നത്. ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ്. അവർ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്, കോൺസെപ്റ്റിനെ അവർ ഫോർമേഷൻ ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലില്ലേ, ഈ ഒരു മോഡലിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്, നമ്മൾ നേരത്തെ 2 മോഡൽസ് പറഞ്ഞു, അതിൽ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞില്ലേ, അതുപോലെ ഈ മോഡലിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ, കുറച്ചും കൂടെ നല്ല രീതിയിൽ അക്വയർ, ഓർഗനൈസ്, പ്രോസസ് ആൻഡ് റീറ്റെയിൻ ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അണ്ടർസ്റ്റുഡ്? കുട്ടികൾക്ക് എങ്ങനെ ആ നോളജ് അക്വയർ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. ഒരു സാധനം നമ്മൾക്ക് കിട്ടി, അക്വയർ ചെയ്തു, എന്നിട്ട് നമ്മൾ എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്തു ആൻഡ് ദെൻ റീറ്റെയിനിങ്. അത് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു നിമോണിക് പറഞ്ഞു തരാം. AOPR. അക്വയർ, ഓർഗനൈസ്, പ്രോസസ് ആൻഡ് റീറ്റെയിൻ. ഓക്കെ, സോ ഈ ഒരു പോയിൻറ്റും കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരുന്ന കുറച്ച് മോഡൽസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇൻഡക്റ്റീവ് തിങ്കിങ് ഹിൽഡ തബയാണ്. ഓക്കെ, ഇൻഡക്റ്റീവ് തിങ്കിങ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ജെറോം ബർണർ. നമ്മളുടെ വൺ ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ ഒരു കൺഫ്യൂഷൻ പോർഷൻ ആയിരുന്നു ഇത്. ഇൻഡക്റ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രൊപ്പൗണ്ടർ ജെറോം ബർണർ ആയിരുന്നു എന്നാണ് ആ ഒരു കുട്ടിയുടെ ഡൗട്ട് ഉണ്ടായിരുന്നത്. നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. ഈവൻ തോ ഞാൻ അത് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. ഓക്കെ, ഇൻഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഹിൽഡ തബ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറോം ബർണർ, ആൻഡ് അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് ഒസബൽ. എല്ലാവർക്കും അറിയാം അഡ്വാൻസ് ഒസബൽ എന്നാണ് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് തന്നത്. ആൻഡ് എൻക്വയറി ട്രെയിനിങ് റിച്ചാർഡ് സച്ച്മാൻ. ഇങ്ങനെയുള്ള കുറച്ച് മോഡൽസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ആൻഡ് ഞാനിപ്പോൾ ഇതിൽ ഒരു 1 or 2 അല്ലെങ്കിൽ 3 or 4 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ കൂടുതൽ മോഡൽസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് കീപ് ദാറ്റ് ഓൾസോ ഇൻ യുവർ മൈൻഡ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് പേഴ്സണൽ ബേസിസ് മോഡൽ. ആ ഒരു വേർഡ് ഒന്ന് ഫോക്കസ് ചെയ്യൂ. പേഴ്സണൽ ബേസിസ്, നമ്മളുടെ പേഴ്സണൽ ബേസിസിലുള്ള ഒരു മോഡൽസാണ്. സോ ഇവിടെ എൻഹാൻസ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, അണ്ടർസ്റ്റാൻഡിങ്. ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പേഴ്സണൽ ബേസിസ് മോഡൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക് എന്നുള്ളത്. ഓരോ ലേണറും യുണീക്കാണ്. ആൾക്ക് ഓരോ താല്പര്യം ഉണ്ടാവും, ഓരോ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഉണ്ടാവും.
So the ultimate aim of this model is to stimulate creativity, self-expression and confidence so that to develop integrated, competent and confident individuals. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ പറഞ്ഞു എന്താണ് അവിടെ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, കോൺസെപ്റ്റ് ഇൻഫർമേഷൻ, ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. പക്ഷേ പേഴ്സണൽ ബേസിസ് മോഡലിൽ എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്? The ultimate aim of such model is to stimulate creativity, self-expression, confidence. നമ്മളുടെ ഒരു പേഴ്സൺ എന്ന ബേസിസിൽ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, കോമ്പീറ്റൻറ്റ്, കോൺഫിഡൻസ്, ഇൻറ്റിഗ്രേറ്റഡ്. ഓക്കെ, these take into consideration the individual differences which arises due to physical and social environment. I hope you people get what is personal basis model. Now let's check out personal basis മോഡലിൻ്റെ കുറച്ച് മോഡൽസ് നോക്കാം. ക്രിയേറ്റീവ് മോഡൽ വിച്ച് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ വില്യം ഗോർഡൻ, എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം അബ്രഹാം മാസ്ലോ. നോൺ ഡയറക്റ്റീവ് മോഡൽ കാറൽ റോഗേഴ്സിൻ്റെ റോഗേറിയൻ തെറാപ്പി. ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറന്നു പോകുന്നവർ ഇതിനോടൊപ്പം തന്നെ ഒന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു പോയിൻ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലേക്ക് തങ്ങി നിൽക്കും. നോൺ ഡയറക്റ്റീവ് മോഡൽ, കാറൽ റോഗേഴ്സ്, ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് എന്നുള്ളത് ഒന്ന് കളക്ട് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഈ 4 മോഡൽസും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.